ോട് ആദ്യമായി നടത്തിയ ലവ് ഓഫ് ദി ബ്യൂട്ടിഫുൾ ധ്യാനം, ഫിലോകാലിയ എന്ന ഈ ധ്യാനം ഇന്ന് ക്രിസ്റ്റീൻ കളത്തിപ്പടി ധ്യാനകേന്ദ്രത്തിൽ അവസാനിക്കുകയാണ് ഉച്ചകഴിഞ്ഞ് ആരാധനയോടെ. അതിൻ്റെ മുമ്പ് ഈ ധ്യാനത്തിൽ ആദ്യമായി പങ്കെടുത്തവർക്ക് ഈ ധ്യാനത്തെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട്സുകളൊന്ന് കേൾക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ക്യാമറ അവരിലേക്ക് തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഫിലോകാലി ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വളരെ ഒരു ദൈവാനുഗ്രഹമായി കണക്കാക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്താൽ അനുഗ്രഹത്താൽ 1989 മുതൽ ഈ നവീകരണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. അനേകം സ്ഥലങ്ങളിൽ അനേകം ധ്യാനങ്ങൾ കൂടിയതെന്നും തികച്ചും വ്യത്യസ്തമായൊരു ഗ്രോത്ത് റിട്രീറ്റായിരുന്നു ഈ ഫിലോകാലിയിലൂടെ ദൈവം എന്നെ അനുവദിച്ചത്, അനുഗ്രഹിച്ചത്. അതിന് പ്രവർത്തിച്ച എല്ലാ മക്കളെയും, ബ്രദർ മാരി ജോസഫ്, ജിജി മാരിയോ, ബ്രദർ ശശി മാർട്ടിൻ, ബ്രദർ പീറ്റർ ബ്രദർ എന്നിവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന എനിക്ക് ഈ പ്രവാസികളായ എല്ലാ മക്കളോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, അടുത്ത വരുന്ന ധ്യാനങ്ങൾ നിങ്ങൾ കൂടുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായൊരു ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഞാനൊരു പീഡിയോഡോണ്ടിസ്റ്റാണ്, പിള്ളേരുടെ വായൽ സ്പെഷ്യലിസ്റ്റാണ്. എല്ലാ ഡോക്ടർമാർക്കും മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് നമുക്ക് ഏത് രോഗവും തൊട്ട് ചികിത്സിക്കാമെന്നുള്ളത്. പക്ഷേ ദ ഓൺലി പേഴ്സൺ ഹൂ ക്യാൻ ഡൂ ദാറ്റ് ഈസ് ദ ലിവിങ് ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയാണ്, എൻ്റെ പ്രാർത്ഥനകൾ, ഞാൻ എങ്ങനെ ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് ഇതുവരെയായിട്ടും എനിക്ക് ആരും പറഞ്ഞു തന്നോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ വേഴ്സ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ ധ്യാനത്തിന് വരുന്നതേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിന് 100 നന്ദി എന്ന നിലയിൽ കൊണ്ടുവന്നതിന് എൻ്റെ അമ്മയോട് 100 നന്ദി. ഈ ലവ് ഓഫ് ദ ബ്യൂട്ടിഫുൾ റിട്രീറ്റ് ധ്യാനത്തിൽ സഹായിച്ച എല്ലാവരും, എസ്പെഷ്യലി മാരി ബ്രദറിന് ഒരു 100,000 നന്ദി. എല്ലാവർക്കും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ വന്നൊന്ന് ഇത് കൂടണം. പ്രൈസ് ദി ലോർഡ്. ലവ് ഓഫ് ദ ബ്യൂട്ടിഫുൾ എന്ന ഈ ധ്യാനത്തിൽ പങ്കെടുത്തതിൽ വളരെ കൃതാർത്ഥനാണ്. ഈ ധ്യാനത്തിൽ 24x7, അതായത് നിരന്തരം നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഒരു വളരെ ലളിതമായ രീതിയിൽ ബ്രദർ മാരിയോ ജോസഫ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് ഞങ്ങളുടെ അനുഭവത്തിൽ വളരെ നല്ലതാണ് എന്ന് ഈശോയെ കൂടുതൽ അടുക്കുവാനായിട്ട് ഞങ്ങൾക്കിത് പ്രാപ്തരാകുമെന്നും വിശ്വസിക്കുന്നു. പ്രിയ സഹോദരരെ, ഒരധ്യാപികയാണ് ഞാൻ. ഈ ധ്യാനത്തിൽ വന്നു. ഇത്രയും കാലം ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ടും ക്രിസ്തു ആരാണ്, ക്രിസ്തു നമുക്ക് എന്തു നൽകി, ക്രിസ്തീയ ജീവിതം എന്താണ്, ക്രിസ്തീയ സ്നേഹം, ക്രിസ്തീയ വിശ്വാസം ഇവ എന്താണെന്ന് വചനാധിഷ്ഠിതമായി തികച്ചും വിശ്വാസയോഗ്യമായി ലളിതമായി കേട്ട ഒരു ധ്യാന ക്ലാസ്സാണിത്. അതെൻ്റെ ജീവിതത്തെ, എൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടാൻ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ തീഷ്ണതയോടെ കർത്താവിനെ സ്നേഹിക്കാൻ പ്രാപ്തിയാക്കി. കൂടാതെ നമ്മുടെ അനുദിന ജീവിതത്തിൽ വചനം എങ്ങനെ വായിക്കാം, എങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കാം എന്ന പ്രാക്ടിക്കൽ നിർദ്ദേശങ്ങൾ തന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർച്ചയിലേക്ക് ഉയർത്തി. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. വളരെ മനോഹരമായിരിക്കുന്നു. ഞാനൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. നിരവധി ധ്യാനങ്ങൾ, കൺവെൻഷനുകൾ ഇതിനു മുമ്പിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ ബൈബിൾ പഠിക്കണം, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനപ്പുറത്ത് എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിക്കാം, വചനം പഠിക്കാമെന്ന് ബോധ്യപ്പെടുത്തി തന്നു. അത്തരത്തിൽ ഈ ലവ് ഓഫ് ദ ബ്യൂട്ടിഫുൾ എന്ന ധ്യാനം വളരെ പ്രയോജനകരമായിരുന്നു. അതിനെല്ലാം അപ്പുറത്ത് വാക്കിലും വിചാരത്തിലും പ്രവൃത്തിക്കും അപ്പുറത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൽ കൂടെ പോലും ദൈവനാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്താമെന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ സംഘാടകർക്കും സംഘടിപ്പിച്ച എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആലപ്പുഴ പോളിടെക്നിക്കിലെ പ്രൊഫസറാണ്. ഈശോയുടെ സ്നേഹം ഒത്തിരി അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ എനിക്ക് സകുടുംബം ഈ ധ്യാനത്തിൽ എനിക്ക് സാധിച്ചു. ഈ കാലഘട്ടത്തിലെ ഒരു പ്രവാചകൻ എന്ന് തന്നെ വേണമെങ്കിൽ ഈ ബ്രദറിനെ പറയാം. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭത്തിന് എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. പ്രൈസ് ബി ടു ഗോഡ്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കുറേ നാളായി ധ്യാനം കൂടണമെന്ന് ആഗ്രഹത്തോടെ വന്ന ആളാണ് ഞാൻ. അപ്പോഴാണ് ഇവിടെ മാരിയോ ബ്രദറിൻ്റെ ഫിലോകാലി എന്ന ലവ് ഓഫ് ബ്യൂട്ടിഫുൾ എന്ന ധ്യാനം നടക്കുന്നതായിട്ട് അറിഞ്ഞത്. ആദ്യം ഞാൻ ഓർത്തു അച്ഛന്മാരൊന്നും കാണില്ല, എനിക്ക് എന്ത് ധ്യാനം അങ്ങനെയൊക്കെ. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ദൈവം നമ്മളെ വിളിച്ച് ഇവിടെ ഇരുത്തി എങ്ങനെ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവ് ഞാൻ ഇത്രയും കൊല്ലം ഞാൻ ചെല്ലി അതിൻ്റെ റിയൽ മീനിങ് എനിക്ക് മനസ്സിലാക്കി തന്നത് ബ്രദർ മാരിയോ ആണ്. ഞാൻ എല്ലാത്തിനും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഇത് വന്ന് കൂടണം. ആമേൻ.
എൻ്റെ പേര് സാബു മാത്യു. ഞാൻ ഇന്ന് കുടുംബമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരസ്മാറ്റിക് ധ്യാനങ്ങൾ ഒത്തിരി കൂടിയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ ആത്മീയമായിട്ട് ഉയർത്തുന്ന ഒരു ധ്യാനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ലവ് ഓഫ് ദ ബ്യൂട്ടിഫുളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ അയർലൻഡിലേക്ക് യാത്ര തിരിക്കുവാൻ ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബമായിട്ട് വന്നു കൂടുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബീമ ഫസീല. ഞാനൊരു മുസ്ലിം ആണ്. 10 മാസമായിട്ടുള്ള യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 3-4 ധ്യാനങ്ങൾ കൂടി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ധ്യാനം വളരെ വലിയൊരു അനുഭവമായിട്ട് മാറാൻ പറ്റി. കാരണം യേശുവിനെ കൂടുതൽ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും യേശുവിലോട്ട് എങ്ങനെ അടുത്തിരുന്ന് ജീവിക്കാൻ പറ്റുക, 24 മണിക്കൂറും നമുക്ക് യേശുവിനെ എങ്ങനെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും, യേശുവിനോട് എങ്ങനെ സംസാരിക്കാൻ പറ്റും, യേശു നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും, ബൈബിൾ എങ്ങനെ പഠിക്കാം, ബൈബിൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ബൈബിളിനെ കുറിച്ച് എങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ഒരുപാട് കാര്യങ്ങൾ ബ്രദറിലൂടെ പഠിക്കാൻ പറ്റി. അതിന് മാരിയ ബ്രദറിനോടും ജിജി മാരിയോടും ശശി മാർട്ടിൻ ബ്രദറിനോടും ബിനോയേശിനോടൊക്കെ നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഓക്കെ കൂട്ടുകാരെ, ഇതിലുള്ള സമയം തീരുന്നതുകൊണ്ട് ആ ടൈം ഫ്രെയിമിൽ ഇത് തീർക്കാനുള്ളത് കൊണ്ട് നിർത്തുന്നു. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സുകളോട്. ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസം 24 മുതൽ വീണ്ടും ഇതേ ധ്യാനം മുൻകൂട്ടി കൊടുത്ത നമ്പറിൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ക്രിസ്ത്യൻ കളത്തിപ്പടി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കൂടാവുന്നതാണ്. ഡേറ്റ് ഒന്നും കൂടെ ഓർമ്മിക്കുന്നു. ഓഗസ്റ്റ് 24 ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ, സമാധാനം, അനുഗ്രഹം ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.